ഞാൻ എന്റെ കല്യാണം പോലും ഞാൻ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കല്യാണം കഴിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലും എനിക്കിപ്പോ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനിയൊരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടനായി പോകും. അങ്ങനെ ഒരു മണ്ടത്തരത്തോടെ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നുമില്ല. അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട. അപ്പം അതിനോട് ഞാനത് കണ്ടില്ല. അങ്ങനെ ബിഗ് ബോസ് അവസാനിച്ചു അല്ലെ? പക്ഷെ ബിഗ് ബോസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഏറ്റവും പുതിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സിജോയും റോക്കിയും തമ്മിലാണ്. രണ്ടുപേരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? സിജോയുടെ മുഖം ഇടിച്ച് പൊട്ടിച്ചതിനാണ് റോക്കി ബിഗ് ബോസിൽ നിന്ന് പുറത്താവുന്നത്. രണ്ടുപേരും നല്ലവണ്ണം കത്തി നിൽക്കുന്ന സമയമായിരുന്നത്. പ്രത്യേകിച്ച് സിജോ വോട്ടിങ്ങിലും പെർഫോമൻസിലും ഒരുപോലെ മുന്നിട്ട് നിൽക്കായിരുന്നു അല്ലെ? ഇപ്പൊ ടോപ്പ് 5 എത്തിയതിൽ ജാസ്മിൻ ഒഴികെ ഒരാൾ പോലും ആ സമയത്ത് സിജോയുടെ കാലത്തുള്ള പെർഫോമൻസ് നടത്തിയിട്ടില്ലായിരുന്നു. വിന്നറായ ജിൻഡോ വരെ അന്ന് സീനിലേ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. സിജോയുടെ മുഖത്തിന് ഗുരുതരമായ പരിക്ക് പറ്റി. സിജോ ഹോസ്പിറ്റലിലുമായി. റോക്കി വീടിന് പുറത്തുമായി. സിജോ തനിക്ക് റോക്കിയോട് ദേഷ്യമില്ല എന്നും കേസ് കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? പക്ഷെ പുറത്തായ റോക്കി ഭായ് എന്താ ചെയ്തത്? താൻ സിജോയെ അടിച്ചതിൽ ഒട്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറെ ലൈവ് അങ്ങോട്ട് ലൈവിൽ വന്ന് ഇങ്ങനെ സ്വയം ന്യായീകരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ അല്ലെ? അന്ന് നമ്മൾ അതിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അതാ എല്ലാം കഴിഞ്ഞ് ഇത്രയും ദിവസമായി. ബിഗ് ബോസ് വരെ അവസാനിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ റോക്കി ഭായ് സിജോയോട് സോറി പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും റോക്കി ഭായ് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് സിജോയുടെ അടുത്ത് എനിക്ക് ഈ വോയിസ് നോട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ സിജോ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് സിജോയോട് പറയാനുള്ളത്, സിജോ എനിക്ക് നിന്നോട് പേഴ്സണലി എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യമില്ലടാ, ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. കാര്യം എനിക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയായിരുന്നു നീ. എനിക്ക് അവിടെ നമ്മുടെ ഒരുമിച്ചുള്ള ഒരുപാട് സംഭവങ്ങൾ, നമ്മൾ ഒരുമിച്ച് നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിയലി മിസ് യു മാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നീയും തമ്മിൽ ഓരോ ഫൈറ്റ് ഉണ്ടായി. അതിന് മേലെ എനിക്ക് ദേഷ്യം ഉണ്ടായി നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യം തന്നെയായിരുന്നു. കാര്യം നീ കാരണം ഞാൻ പുറത്തായി, അല്ലെങ്കിൽ ഞാൻ കാരണം പിന്നെ നിനക്കും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായി. അപ്പം എല്ലാത്തിനും എന്താ പറയാൻ, ഞാനത് അവിടുന്ന് കൺഫെഷൻ റൂമിൽ തന്നെ ഞാൻ ഒരുപാട് മാപ്പ് കാര്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺസ് അഗൈൻ സിജോ, ഐ ആം റിയലി സോറി. എനിക്ക് നിന്റെ അടുത്ത് യാതൊരുവിധ ദേഷ്യമില്ല. നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അത് നീ ക്ഷമിക്കണം. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ അതും കൂടെ പറയാണ് സിജോയോട്. പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സിജോയോട് ഒരു സോറി ചോദിക്കണം, സിജോയോട് ഒരു സോറി ചോദിക്കണമെന്ന്. അപ്പം സിജോയോട് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ആൾക്കാരോടും ബിഗ് ബോസിൽ ഞാൻ സിജോയെ ഇടിച്ച് അല്ലെങ്കിൽ സിജോയായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്ക് ആർക്കൊക്കെ വേദനിച്ചിട്ടുണ്ടോ, ആർക്കൊക്കെ എന്റെ മേലിൽ ദേഷ്യമുണ്ടോ, അവരെല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഐ ആം റിയലി സോറി. ഓക്കെ, ഇനി ഒരിക്കലും എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. എൻ്റെ ലൈഫിലും റിയൽ ലൈഫിലും ഞാൻ അങ്ങനെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അപ്പം എന്താ പറയാ, നിങ്ങളെ എല്ലാവരുടെ ഇത് നിങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. പിന്നെ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. ചുമ്മാ വന്നിട്ട് ഇതിലും വന്ന് തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇതിലും വന്നിട്ട് വെറും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ എനിക്ക് ഒരു ലോഡ് പുച്ഛം മാത്രം. ഇപ്പോഴെങ്കിലും സോറി വരാൻ തോന്നിയല്ലോ, നല്ല കാര്യം. ഇതൊക്കെ ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു അല്ലേ? അതല്ല അതിന്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. ആ ഇൻസിഡന്റ് കഴിഞ്ഞ് 2 മാസത്തോളം കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ റോക്കിക്ക് താൻ ചെയ്തത് തെറ്റാണെന്നുള്ള ബോധ്യം വരുന്നത്? ഇപ്പോഴാണ് ബുദ്ധി വെച്ചത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഇനി റോക്കിയുടെ ഈ വൈകിയുള്ള മാപ്പ് പറച്ചിൽ സിജോ ആക്സെപ്റ്റ് ചെയ്തോന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും അല്ലെ? എന്തായാലും ഫിനാലെ കഴിഞ്ഞ് പുറത്ത് വന്ന സിജോയോട് ഈ മാപ്പ് പറച്ചിലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആര്? മാധ്യമങ്ങൾ. അന്നേരം സിജോയുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ റോക്കി കാരണം കൊണ്ടാണല്ലോ. റോക്കിയോടുള്ള മനോഭാവം എന്താണ് ഇപ്പോൾ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പരാതിയില്ല, ദേഷ്യമില്ല. അതിനപ്പുറത്തേക്ക് എനിക്ക് സൗഹൃദം ഞാൻ പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളായിട്ട് ഇല്ല, എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ വല്ല ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ് ബിഗ് ബോസ്. ഇവിടെ വെച്ച് ഞാൻ പറയാം, എന്റെ കാഴ്ചപ്പാടിൽ, എന്റെ വ്യൂ പോയിന്റിൽ 2ാമത്തെ ആഴ്ച അല്ല 16 ദിവസം വരെ ഞാൻ എന്തായാലും കൃത്യമായിട്ട് അറിയാം. അതിൽ നിന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകളാണ്. എന്റെ ഉറക്കം എനിക്കിപ്പോഴും ശരിയല്ല. സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴുള്ള പെയിൻ വരുന്നുണ്ട്, പസ് വരുന്നുണ്ട്. എന്റെ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യവും എനിക്ക് മാറ്റി വെക്കേണ്ടി വരും. ഞാൻ എന്റെ കല്യാണം പോലും ഞാൻ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കല്യാണം കഴിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലും എനിക്കിപ്പോ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനിയൊരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടനായി പോകും. അങ്ങനെ ഒരു മണ്ടത്തരത്തോടെ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നുമില്ല. അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട. അപ്പം അതിനോട് ഞാനത് കണ്ടില്ല. അത് 100 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു വീഡിയോ തന്നെ ഒരാൾ അയച്ചു തന്നു. ഞാനത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പൊ എനിക്കത് ഇഗ്നോർ ചെയ്ത് വിടേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ.
ഇപ്പം അതെ, അതത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോക്കിയുടെ മാപ്പ് പറച്ചിൽ ഒരുപാട് വൈകി പോയി എന്നുള്ളതാണ്. സിജോ പഴയ നിലപാടിൽ തന്നെയാണ് അല്ലെ. അതായത് റോക്കിയുടെ ദേഷ്യവും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇടിച്ചതിന് ശേഷം ആ ഇടിച്ചതിന് ഇത്രയും കാര്യം ന്യായീകരിച്ച് നടന്നിട്ട് ഇപ്പൊ മാപ്പ് പറച്ചിലായിട്ട് വരുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഈ മാപ്പ് പറച്ചിൽ ആദ്യമേ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഒരു പക്ഷേ രണ്ടുപേർക്കും നല്ല സുഹൃത്തുക്കളാകാമായിരുന്നു. ട്രീറ്റ്മെന്റ് പോലും മുഴുവനാക്കാതെയാണ് സിജോ ബിഗ് ബോസിലേക്ക് തിരിച്ചു കയറിയത് അല്ലെ. എന്നാൽ ആ തിരിച്ചു വരവിൽ ആ പഴയ സിജോയെ എവിടേക്കോ നഷ്ടപ്പെട്ടു. കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടത് പെർഫോമൻസിനെ നന്നായി ബാധിച്ചു. കണ്ടിന്യൂറ്റിയെക്കാളും ആരോഗ്യമാണ് സിജോയെ പിന്നോട്ടടിച്ചത്. അന്നത്തെ പ്രശ്നത്തിൽ ഇപ്പോഴും സിജോയെ കുറ്റം പറയുന്നവർ സിജോയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്കറിയാം, ഒരു പനി വന്നാൽ പോലും നമ്മൾ ഡൗൺ ആവും. നമ്മൾ റൂട്ടീനായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമുക്ക് പിന്നെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ സിജോന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മുഖത്ത് എല്ല് പൊട്ടി മെറ്റൽ പ്ലേറ്റ് ഇട്ട് ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ ബിഗ് ബോസ് പോലെയുള്ള അത്രയ്ക്കും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിം ഷോയിലേക്ക് സിജോക്ക് തിരിച്ചു കയറേണ്ടി വരികയാണ്. മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. എന്തിന് ഒന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊരു അവസ്ഥയാണ് അല്ലെ. സിജോ ഒതുങ്ങി പോയതിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ വരവിലെ തന്റെ നേരിൽ മാത്രമായി രണ്ടാമത്തെ വരവിൽ സിജോ ഒതുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിലൊരൊറ്റ കാരണക്കാരൻ റോക്കി മാത്രമാണ്. കപ്പടിക്കാൻ വരാൻ ചാൻസ് ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ബാക്കിയും കൂടി നമുക്ക് കണ്ടു നോക്കാം. ഇപ്പം ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ മേ ബി ഫൈനൽ ഭാഗം ഞാൻ പറയുന്നില്ല. പക്ഷേ എന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ്മെന്റ് ഒന്നും അല്ല, എനിക്ക് ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഞാൻ രണ്ടാമത്തെ വരവിൽ എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എനിക്കൊരു സ്ഥലത്ത് പ്രതികരിക്കേണ്ടി വരണം, സംസാരിക്കണം തോന്നുമ്പോൾ ഞാൻ എണീക്കുന്ന സമയത്ത് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായതുകൊണ്ട് എനിക്ക് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലതവണ ഉണ്ടായിട്ടുണ്ട്. ഒരു ടാസ്ക് വരുമ്പോഴത്തേക്ക് ഞാൻ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ ക്യാപ്റ്റൻസി ടാസ്കിൽ ക്യാപ്റ്റൻസിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ എണീറ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല, കാരണം ക്യാപ്റ്റൻസി ടാസ്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് എനിക്ക് മാറി നിൽക്കേണ്ടി വരണം. അങ്ങനെ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ തളർവാദി രോഗികൾ വന്ന് ബിഗ് ബോസിൽ കളിക്കുന്ന പോലെ രണ്ടാമത്തെ അവസ്ഥ. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, അത് ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിപ്പോയതാണ്. അപ്പം അതിൽ ഞാൻ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതില്ല, പരാതിയില്ല, ദേഷ്യമില്ല എന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോഴും ഞാൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനും രശ്മിനും തമ്മിൽ പ്രോബ്ലം ഉണ്ടായി. അത് ആ ഹൗസിൽ അവിടെ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ കണ്ടുപോയില്ലെന്ന് എനിക്കറിയില്ല, കാരണം നമ്മളോട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരണം നിർബന്ധങ്ങളൊന്നും ഇല്ല. അപ്പൊ പല ഇൻസിഡൻസിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോൾ ഞാൻ ഇടപെടാറുണ്ട്. കാരണം അത് എന്റെ ഉത്തരവാദിത്വമാണ്, കാരണം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു അടുത്ത ബിഗ് ബോസുകളിൽ ഒരിക്കലും ഉണ്ടാകാനും പാടില്ല. ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം അമ്മയെ കണ്ടിട്ട് അമ്മ എന്ത് പറഞ്ഞു? കാരണം ഇങ്ങനെ ഒരു ഇത്ര വലിയൊരു പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അമ്മ ഞാൻ ബിഗ് ബോസിനകത്ത് വെച്ചാണ് അമ്മ ഞാൻ പരിക്കിന് ശേഷം കാണുന്നത്. എന്ത് പറഞ്ഞു അമ്മ? എന്ത് പറഞ്ഞു അമ്മ അന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടല്ലേ. അമ്മയ്ക്കും അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് എന്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം, അപ്പൊ ആ വ്യക്തി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില്ല. ഞാൻ എന്നെ പറ്റി പുറത്തെന്ത് പറഞ്ഞു എന്നുള്ളതല്ല, എന്റെ വീട്ടുകാരുടെ ജീവനോട് ഇരിപ്പുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ ഒരു അപകടം പറ്റുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുകൂടെ പരിഗണിക്കണമായിരുന്നു. അതെ, റോക്കി കാണിക്കുന്ന ഒരു മിനിമം മര്യാദയായിരുന്നു അത് അല്ലെ. സിജോയുടെ വീട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഇതൊക്കെ മിനിമം മര്യാദയുള്ള ഒരു മനുഷ്യനിൽ നിന്നും സ്വാഭാവികമായി വരേണ്ടതാണ്. എന്തായാലും ഇപ്പോഴെങ്കിലും മാപ്പ് പറയാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. മാപ്പ് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് സിജോയുടെ ഇഷ്ടമാണ്. അത് അയാൾ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനൊരിക്കലും സിജോയെ കുറ്റം പറയാൻ കഴിയില്ല. സോ ഇപ്പോഴും സിജോ അടിയിരുന്ന് വാങ്ങിയതാണെന്ന് മെഴുകുന്നവർ ഒന്ന് ചിന്തിക്കണം. അടിയും ഇടിയും ഒക്കെ പ്രാചീന സംഗതികളാണ്. ഇടിക്കുന്നവരൊക്കെ മാസാണെന്ന് കരുതണ്ട. അങ്ങനെയൊന്നല്ല, അതൊക്കെ സിനിമയില്. റിയൽ ലൈഫിൽ പ്രകോപിതനായിട്ടും ഇടിക്കാതിരിക്കാനുള്ള വിൽ പവർ കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഹീറോസ്. അവരാണ് ശരിക്കും മാസ്. ഇവിടെ ഇടി കിട്ടിയ ഉടനെ തന്നെ വേണമെങ്കിൽ സിജോയ്ക്ക് തിരിച്ച് റോക്കിയെ ഇടിക്കാമായിരുന്നു. സിജോ അങ്ങനെ ചെയ്തില്ല. ഒരിക്കൽ പോലും ഞാൻ അവനെ ഇടിച്ച് പറപ്പിക്കുമെന്നും പറഞ്ഞ് മാസാവാനും സിജോ നിന്നിട്ടില്ല. ഹി ജസ്റ്റ് ഇഗ്നോർഡ് ഇറ്റ്. തന്റെ കല്യാണം വരെ നീട്ടിവെക്കാൻ കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയോട് യാതൊരു വൈരാഗ്യം തോന്നാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല മനസ്സുണ്ടായതുകൊണ്ട് മാത്രമാണ്. റോക്കിക്ക് ഇല്ലാതെ പോയതും അങ്ങനെ ഒരു മനസ്സാണ്. ഇത്ര എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.